ഹലോ ഗൈസ്, മല്ലുട്ടൊക്കെയാണ്. ഓക്കെ, ഈ ഒരു ന്യൂസ് എത്ര ആൾക്കാർ കണ്ടു? ഇതിന്ന് ഇന്നലെ വന്ന ന്യൂസാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം 2019 മഹസറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്ക്. നിർദ്ദേശം നൽകിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മൂരാരി ബാബു. ഓക്കെ, അപ്പം ഈ ശബരിമലയിലേക്ക് ഈ സ്വർണത്തിൻ്റെ ഇത് കൊടുത്ത ആള് വിജയ് മല്യാണ്. 1998 97 അങ്ങനെ എന്തോ ആണ് അന്ന് സ്വർണം പൂശാൻ വേണ്ടിയിട്ടും ഇത് സ്വർണം കൊടുത്തത് ആരാണ്? വിജയ് മല്യാണ് കൊടുത്തത്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എവിടെ നിന്നൊക്കെ പൈസ അടിച്ച് മാറ്റാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ പൈസ അടിച്ച് മാറ്റുക, പൈസ കക്കുക എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഗവൺമെൻറ് അതിൻ്റെ അണ്ടറിലുള്ള ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ദേവസ്വം ഉദ്യോഗസ്ഥരും അറിഞ്ഞുകൊണ്ടുള്ള പണിയാണ് എന്ത്? ഈ സ്വർണ്ണപ്പാളി കട്ടെടുത്തുകൊണ്ട് ചെമ്പ് പാളിയാക്കി വെച്ചത്. അതായത് 2019 മഹസറിൽ ചെമ്പ് പാളി എന്ന് സ്വർണ്ണമുള്ള പാളി മാറ്റിയിട്ട് അത് ചെമ്പ് പാളിയാണെന്ന് രേഖപ്പെടുത്തിയത് ഉദ്യോഗസ്ഥർക്ക് പങ്ക് ദേവസ്വം. 2019 കേരളം ഭരിച്ചുകൊണ്ടിരിക്കണ ആരെന്ന് നമുക്കറിയാലോ, CPM ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നാട്ടിൽ നിന്നും പല കമ്പനികളുടെ അടുത്തുനിന്നും സ്ഥാപനങ്ങളുടെ അടുത്തുനിന്നും നോക്കുകൂലി എന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങണതും പോരാ, ഇതിനൊക്കെ പുറമെ എന്താ പറയാ, ഇവർക്ക് അമ്പലത്തിൽ കൈവെക്കണം, അവിടെ കൈവെക്കണം. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ എന്താ പറയാ, വേറെ ഏതൊരു അമ്പലത്തിൽ നിന്ന് എന്തെങ്കിലും കാണാതെ പോകും. ഇനിയിപ്പം ഈ ശബരിമലയിലുള്ള അയ്യപ്പ വിഗ്രഹമൊക്കെ സ്വർണ്ണമാണോ എന്നൊക്കെ ആർക്കറിയാം? ഈ ദേവസ്വത്തിന്റെ കീഴിലുള്ള അമ്പലങ്ങളിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ അതൊക്കെ ഇപ്പൊ സ്വർണ്ണമാണോ ചെമ്പാണോ വെള്ളിയാണോ മുക്കാണോ എന്നൊക്കെ പറയാം. കാരണം എവിടെ നിന്നൊക്കെ കക്കാൻ പറ്റും അവിടെ നിന്നൊക്കെ കക്കാൻ വേണ്ടി നടക്കാണ് CPM. ഇപ്പം അറിയാലോ, ശബരിമലയിൽ ഇവര് ഭരിച്ച സമയത്ത് തന്നെ 2 വേശികളെ കൊണ്ട് ശബരിമലയിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞ് 2 വേശികളെ കയറ്റാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്ര വലിയ ഇതുണ്ടായിരുന്നത്. അങ്ങനെ 2 വേശികളെ കയറ്റാൻ വേണ്ടി ഓരുണ്ടാക്കി കാട്ടിക്കൂട്ടിയ പ്രഹസനങ്ങൾ എന്താന്നുള്ളത്, വാണത്തരം എന്താണെന്നുള്ളത് അറിയാലോ നമുക്ക്. അതേപോലെ എവിടെ നിന്നൊക്കെ കക്കാൻ പറ്റും അവിടെ നിന്നൊക്കെ കട്ട് മുടിക്കന്നെ. എന്തായാലും അടുത്ത കൊല്ലം ഈ നാറികളെന്നും നമ്മൾ എന്താക്കരുത്, വോട്ട് ചെയ്ത് വിജയിപ്പിക്കരുത്. ഒരു വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നാട് ഒരു മുടിക്കും. CPM എന്ന് പറഞ്ഞ പാർട്ടീനെ തന്നെ എന്താക്കണം, കേരളത്തിൽ നിന്ന് ഒഴിവാക്കി വിടണം. ഇനി അടുത്തതിലൊരു കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ 100 120 സീറ്റ് ഭൂരിപക്ഷത്തിൽ വിജയിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.